മറ്റുള്ള സനാതന ധർമ്മക്കാർ നാട്ടിൽ വേറൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പേര് സമാധി. ആദ്യം സമാധി ചെയ്യേണ്ട ആളെ കുളിപ്പിച്ച് റെഡിയാക്കി പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിയൊക്കെ കൊടുത്ത് കഞ്ഞി കുളിപ്പിച്ച് ഭസ്മമൊക്കെ ഇട്ട് ഒരിടത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് ഇയാളെ പത്മാസനത്തിലിരുത്തി കണ്ണടച്ച് പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥിച്ച് മൂർധന്യ അവസ്ഥയിലെത്തുമ്പം ഇയാളുടെ ദേഹമൊക്കെ ചൂടായി ഇയാളുടെ ആത്മാവ് കിളി പോകും പോലെ മേലോട്ട് ഉയർന്നു പോകും. അപ്പം തന്നെ ചുറ്റുമുള്ളവരൊക്കെ ഇയാളെ സിമെൻ്റ് ഇട്ട് മൂടും. സിമെൻ്റ് ഇട്ട് മൂടുമ്പം കോൺക്രീറ്റിൻ്റെ മുകളിൽ 5-6 പോസ്റ്റർ പൊങ്ങി വരും. അപ്പം തന്നെ അതെടുത്ത് അടുത്തുള്ള മതിലും പോസ്റ്റിലും ഒക്കെ ഒട്ടിച്ച് വെക്കണം. പരിപാടി കഴിഞ്ഞു. ഇപ്പം നാട്ടിലെല്ലാവർക്കും സമാധിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. നെയ്യാറ്റിൻകരയിൽ കാണാതായ ഗോപസ്വാമി അവർകളെ ഇനി ഡാഡി എന്ന് പോലും വിളിക്കാൻ പറ്റൂല. അങ്ങേരിപ്പോൾ ആ അമ്പലത്തിലെ യോഗീശ്വരനാണെന്നാണ് ഒരു മോൻ പറയണത്. വേറൊരു മോൻ പറയണത് എൻ്റെ അച്ഛൻ ഇന്നും ഇന്നലെ ഒന്നും സന്യാസിയായല്ല, അങ്ങേര് കൊച്ചിൽ തൊട്ടേ സന്യാസിയാണെന്ന്. അതെ, ഭാര്യയും 2 മക്കളും ഉള്ള പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ ഗുളിക കഴിക്കുന്ന ആധുനിക കാലത്തിൻ്റെ സന്യാസി. #സിൻസ് ചൈൽഡ്ഹുഡ്. നാട്ടിലെ ആളുകളെ കാണാതാവുന്നതും തല്ലിക്കൊന്നതൊക്കെ എന്ത് എളുപ്പമാണെന്ന് നോക്ക്. തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിട്ട് സമാധി, ദൈവം, സനാതനധർമ്മം, ഹിന്ദു വികാരം, ആചാരം എന്നൊക്കെയുള്ള 2-3 ഡയലോഗ് അടിച്ചാൽ മതി. ഹിന്ദു എന്ന വാക്ക് കേട്ട ഉടനെ ഹിന്ദുവിൻ്റെ മറ്റേ സ്വയം പ്രഖ്യാപിത ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ കുറേ ബോധമില്ലാത്ത RSSകാർ. ലോകത്തിൻ്റെ പോക്കിത് എങ്ങോട്ടാണ് എൻ്റെ ഗോപസ്വാമി?